Hey guys, welcome back to my channel ST Ideas guys. അപ്പോൾ ഇതുവരെ നിങ്ങളായിട്ട് ഇൻട്രോ വെച്ച ഗസ് ST ബ്ലോഗറിനെ ഗസ് അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ഗസ് നമ്മൾ ചെറുതായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗസ്. നമ്മൾ ST ബ്ലോഗർ എന്നില്ലേ ഗസ്, നമ്മുടെ ST ഐഡിയാസ് എന്ന ചാനൽ നെയിം ഗസ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഗസ്. നമ്മുടെ ST ബ്ലോഗർ എന്ന ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗസ്, നമ്മുടെ ആദ്യത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ഗസ്, കുറച്ച് 4 മാസം മുമ്പൊക്കെ ഒരു ഉണ്ടായിരുന്ന ചാനലാണ് ST ബ്ലോഗർ എന്ന് പറഞ്ഞ തന്നെ ഗസ്. ആ ചാനൽ ഗസ് നമ്മളെ കുറച്ച് സ്ട്രൈക്ക് കിട്ടി. പിന്നെ ആ ചാനൽ നമുക്ക് ടെർമിനേറ്റ് ഗസ്, ഇത്ര ദിവസത്തേക്കായിട്ടോ കുറച്ച് ദിവസത്തേക്ക് ഗസ്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയില്ല ഗസ്. അതുകൊണ്ട് ഗസ് ആ സമയത്ത് നമുക്ക് ബ്ലോഗിടെ ചാനലായിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് ഗസ്. ഈ ചാനൽ ബ്ലോഗൊക്കെ ഇട്ടേ. പിന്നെ നോക്കുമ്പോൾ ഗസ് ഇന്ന് വെച്ചാൽ ഗസ് ഇന്നലെ ഗസ് നമുക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടി ഗസ്. സത്യമല്ല, ഞങ്ങൾക്ക് തോന്നുന്നു എന്താ പറയാ, ഞാൻ വിചാരിച്ചില്ല കേസ് ആ ചാനൽ കിട്ടുമെന്ന്. സ്ട്രൈക്ക് കേസ് 1-2 കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആ ചാനൽ തിരിച്ചു കിട്ടി കേസ്. അതുകൊണ്ട് നമ്മളതിന് തൊട്ട് കേസ് ആ ചാനലാണ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് കേസ്. നമ്മുടെ വ്ളോഗുകൾ തിരിച്ച് ആ ചാനൽ തന്നെ ഇടാനാണ് നമ്മൾ നോക്കുന്നത്. അത് മാത്രമല്ല കേസ്, ഈ ചാനലിൽ നമ്മൾ അധികം വീഡിയോസ് ഒന്നും വരുന്നതായിരിക്കില്ല. എപ്പം വേണ്ടി കേസ് ആ ചാനലിൽ പോകും നമ്മൾ, പഴയ ST വ്ളോഗർ എപ്പം വേണ്ടി നമ്മളതിന് പോകുന്നില്ലേക്കുന്നത്. അതുകൊണ്ട് കേസ് ഏത് നിമിഷം വേണ്ടിക്ക് നമുക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ചാനൽ ഡിലീറ്റ് ആക്കുന്നില്ല. ഇത് നമ്മൾ അടിപൊളി കാര്യങ്ങൾ എപ്പെങ്കിലും കേസ് നമ്മൾ ചില വീഡിയോൻ്റെ അത് ഈ ചാനൽ ഇടും. എന്തുകൊണ്ട് കേസ് റെഗുലർ ആയിട്ട് ബ്ലോഗൊക്കെ വരുന്ന മറ്റു ചാനലിലേക്ക് ST വ്ളോഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേസ്. അപ്പം ആ ചാനലിൽ കേസ് അധികം വ്ളോഗ് ഇട്ട്, അതായത് 33 വീഡിയോ ഇട്ടിരുന്നു മറ്റേ ചാനലിൽ. ഈ ചാനലാകെ 2-3 വീഡിയോ ഇട്ടില്ലെന്ന് നമുക്ക് തോന്നുന്നു കേസ്. എന്നാൽ ഈ ചാനലിന് അധികം വീഡിയോ വരില്ല, മറ്റു ചാനലിലേക്ക് ബ്ലോഗൊക്കെ വരും. മറ്റു ചാനൽ എപ്പം വേണമെങ്കിൽ പോസ്റ്റ് ആക്കി ഇട്ടിട്ട് ആ സമയത്ത് നമ്മൾ തിരിച്ചിൻ്റെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കാച്ച ഗസ് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ഗസ്. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനൊന്നും അറിയില്ല ഗസ്. എന്തൊക്കെ പിടിച്ച് എനിക്ക് പണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു ഗസ്. ഇനി ഗസ് തുടങ്ങുന്നവരാണ് നിങ്ങൾ, തുടങ്ങുന്ന ആഗ്രഹമുണ്ട് ഗസ്, എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഗസ് നമ്മൾ ഇന്നലെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഗസ് നമ്മുടെ ഫോൺ ഗസ് യൂട്യൂബ് ഗസ് സൈഡിലുണ്ടാകും. സൈഡിലായിട്ട് ഓരോരോ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചാനലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊണ്ട് സൈഡിലായിട്ടൊരു ഐക്കൺ കാണും. ഇതിപ്പോൾ എങ്ങനെയാ പറയുക ഗസ്, പുതിയ തുടങ്ങുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇതൊരു സാധാ യൂട്യൂബ് ചാനൽ അല്ലാണ്ട് ഒരു അക്കൗണ്ട് ഒന്നും തുടങ്ങിയില്ലെങ്കിൽ ഗസ് എനിക്ക് പറയാറില്ല. ഇപ്പം നിങ്ങൾ സാധാരണ ഒരു അക്കൗണ്ട് ഉണ്ട് ഗസ്, അതിന് സൈഡിലൊരു സാധനം കാണും, നിങ്ങളുടെ അക്കൗണ്ട് നെയിമിൻ്റെ ഒരു ലോഗോ ഉണ്ടാവും. ആ ക്ലിക്ക് ചെയ്തിട്ട് ഗസ് അതിനകത്ത് സ്വിച്ച് അക്കൗണ്ടിലുണ്ടാകുക. സ്വിച്ച് അക്കൗണ്ട് അതിൻ്റെ മേലെ ആയിട്ട് ഗസ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗസ് നമുക്ക് ഇവിടെ മേലെ ഒരു പ്ലസ് കാണാൻ പറ്റും ഗസ്. ഇവിടെ കാണില്ലേ പ്ലസ്, അത് ക്ലിക്ക് ചെയ്യുക ഗസ്. നമുക്ക് നേരെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗസ് കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യാണ് ഗസ്. ചെക്കിങ് ഇൻഫോ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ഗസ് നമ്മളെന്താ ഗസ് നമ്മളതിൻ്റെ പാസ്വേഡ് അങ്ങ് അടിക്കണം. നമ്മളെ കേസ് നമ്മളെ ഫോണിൻ്റെ പാസ്വേഡ് അങ്ങ് അടിക്കുക. അത് കഴിഞ്ഞ കേസ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ ചെക്കിങ് ഇൻഫോ കാണിക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, ഒരു 5 സെക്കൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഗസ് ഇങ്ങനെ ഒരു ഫേസ് നമ്മൾ ഓപ്പൺ ആയി വരും ഗസ്. ഇതേപോലത്തെ എൻ്റെ ഗസ് നിങ്ങൾ അവിടെ നിന്ന് വേണ്ട വെച്ചാൽ അവിടെ നമ്മളെ ഇമെയിൽ ഓർ ഫോൺ ഗസ് അതൊക്കെ നിങ്ങൾക്ക് പുതിയ പണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യണ്ടേ. ഇവിടെ അടിയിൽ ഗസ് ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടോ ഗസ്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നല്ല ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഗസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഏത് നെയിമാണോ വേണ്ടത് അത് അടിക്കുക ഗസ്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഗസ് ST പഠിക്കുക, ST വേൾഡ് എന്നിട്ട് അടിക്കുക ഗസ് തൽക്കാലം. ഓക്കെ, അങ്ങനെ അടിച്ച് ഗസ്. അത് അങ്ങനെ അടിച്ച് അതിനുശേഷം ഗസ് നമ്മൾ എന്താ വേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ തൽക്കാലം എൻ്റെ തന്നെ കൊടുക്കാം. ഓക്കെ, അതങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബേസിക് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ കൊടുത്തു ഗസ്. ഇനി നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് പറ്റിയൊരു Gmail കൊടുക്കണം ഗസ്. നമ്മൾ തൽക്കാലം ഒരു Gmail അവിടെ കൊടുത്തിട്ടുണ്ട്, അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഗസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട Gmail കസ്റ്റമൈസ് ഒക്കെ ചെയ്യാനാവും. ഇപ്പം ഇനി അതിനും ഗസ് ആ ചാനൽ ഞങ്ങൾക്ക് സ്ട്രോങ് ആയി നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത ഗസ് ഒരു നല്ല സ്ട്രോങ് പാസ്വേഡും കൊടുക്കുക ഗസ്. ഓക്കെ സാർ, നമ്മൾ പാസ്വേഡ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഗസ്. ഇനി ഞാൻ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കും ഗസ്. നമ്മളെ ഇനി വരാമെന്ന് വെച്ചാൽ ഗസ് ഇത് കഴിക്കാൻ നമ്മൾ ചാനലിൽ മേലെ കാണുന്ന ഗസ്. അത് കഴിക്കാൻ നമ്മൾ ചാനലിൽ നമ്മളെ റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ ഗസ് എന്താ റിവ്യൂ ആയിട്ട് കാണിക്കും ഗസ്. ഇവിടെ കുറേ സംഭവങ്ങൾ വായിക്കാനുണ്ട് ഗസ്, കുറച്ച് പേഴ്സണൽ ടൈംസ് അങ്ങനത്തെ ഉണ്ട് ഗസ്. അതൊക്കെ നിങ്ങൾ വായിക്കേണ്ട വായിക്കുക, അല്ലെങ്കിൽ ഗസ് നേരെ ഐ എഗ്രി ആയിട്ട് സ്വിച്ച് വെക്കുക.
ഇതൊക്കെ ഈ യൂട്യൂബ് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ വായിക്കാമെങ്കിൽ വായിക്കും, ഞാൻ വായിക്കുന്നില്ല. അതൊക്കെല്ലാം വലിയ കാര്യമൊന്നുമില്ല ഗസ് വായിച്ചിട്ട്. ഓക്കെ, ഐ അഗ്രി ആക്കിയത് ഗസ്. ആ സമയത്ത് നമ്മുടെ അക്കൗണ്ട് ഇവിടെ റെഡി ആവും ആൾക്ക്. ഓക്കെ, കുറച്ച് ടൈം എടുക്കും ഗസ്, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗസ്. ഇങ്ങനെ ഒരു സംഭവം കാണും കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം കാണും. നമുക്ക് വെയിറ്റ് ചെയ്യാം, എനിക്കും കുറച്ച് വെയിറ്റ് ചെയ്യണം ഗസ്. ഇത് വെയിറ്റ് ചെയ്യണം എന്തായാലും കുറേ സമയം. നമ്മുടെ ചാനൽ ഗസ് ഇവിടെ റെഡി ആയിട്ട് കാണാം ഗസ്. കണ്ടോ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗസ്. ഇപ്പോൾ ചാനലില്ല ഗസ്, സാധാ യൂട്യൂബ് അക്കൗണ്ടാണ് ഇത്. നമുക്ക് എങ്ങനെ ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഗസ് നമ്മളെ ക്രിയേറ്റ് ചാനൽ ഉണ്ടോ ഗസ്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ നെയിമൊക്കെ കൊടുക്കുക ഗസ്. അവിടെ നിങ്ങളെ ഹാൻഡിൽ നെയിമോ പിന്നെ നമ്മളെ ശരിക്കും നെയിമൊക്കെ കൊടുക്കണം. നിങ്ങൾക്ക് പ്രൊഫൈൽ ഇടുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് ഗസ് ക്രിയേറ്റ് ചാനലിനെ ഇത് ക്ലിക്ക് ചെയ്യുക ഗസ്, ക്രിയേറ്റ് ചാനൽ എന്ന സംഭവം. അപ്പോൾ ഗസ് നമ്മുടെ ചാനൽ ഇവിടെ ഫുള്ളായിട്ട് ക്രിയേറ്റ് ആകുന്നതായിരിക്കും ഗസ്. നിങ്ങൾക്ക് ഇന്ന് ഈ പ്ലസ് എന്ന സംഭവം കണ്ടോ, പോയിട്ടാ ഈ പ്ലസ് എന്ന സംഭവം കണ്ടോ ഗസ്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗസ് ഇങ്ങനെ ഒരു സംഭവം വരും ഗസ്. നമുക്ക് ഇവിടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കാം. ഈ ഫോൺ നോക്കണ്ടെങ്കിൽ കണ്ട ഗസ്, നമുക്ക് ഇവിടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കാം ഗസ്. ലൈവ് ആക്കേണ്ടി ഗസ് നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗസ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഇല്ലേ. ഗസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള പണി ഗസ്. അപ്പം ഞാൻ ഗസ് പുതിയ പേരൊക്കെ കൊടുത്ത ചാനൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഗസ് നമ്മള് ആദ്യത്തെ തന്നെ ഒരു വീഡിയോ ഗസ് നമ്മൾ പുതിയ പേരാക്കിയതിനു ശേഷം ആദ്യത്തെ വീഡിയോ ഗസ് ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാവട്ടെ ഗസ് ഈ വീഡിയോ ഇട്ടത്. അപ്പൊ എന്തായാലും ഇന്നലെ വീഡിയോ ഇഷ്ടമുള്ളൂ ഗസ്. ചാനൽ സബ്സ്ക്രൈബ് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നതായിരിക്കും ഗസ്. എപ്പെങ്കിലും വരും, എന്നാലും ഗസ് നമ്മൾ റെഗുലർ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ടോട്ടൽ 4 ചാനലായി ഗസ്. ഒന്ന് നമ്മുടെ മെയിൻ ചാനൽ ഷെയർടെക് 2.0 ഗസ്. അതിനുശേഷം ഗസ് നമ്മുടെ ST റിയാക്ഷൻ പറഞ്ഞ ചാനൽ, അതിനുശേഷം നമ്മുടെ ST ബ്ലോഗ് ഗസ്. ഇപ്പം നമ്മുടെ ST ഐഡിയാസ് ഗസ്. 4 ചാനലായിട്ടുണ്ട്. ഇനി അത് ഗസ് നമ്മുടെ മെയിൻ ചാനലിലും കുറച്ച് ചാനലിൽ വീഡിയോ ഒക്കെ അധികം വരും ഗസ്. ഈ ചാനൽ അധികം വീഡിയോ ചാൻസ് ഇല്ല, ശ്രമിക്കുന്നേക്കും. അപ്പോൾ ഇന്നലെ നമുക്ക് അടുത്ത വീഡിയോ വരുന്ന.